ETV ഭാരത് ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. കോൺഗ്രസിന് വീണ്ടും കുരുക്കിട്ട് ആദായ നികുതി വകുപ്പ്. 1700 കോടി രൂപ പിഴയടയ്ക്കാൻ നിർദ്ദേശം. നടപടി റിട്ടേണുകളിൽ പൊരുത്തക്കേട് ആരോപിച്ച്. ഗുണ്ടാ തലവനും രാഷ്ട്രീയ നേതാവുമായിരുന്ന മുഖ്താർ അൻസാരിയുടെ മരണത്തിൽ ഗുരുതര ആരോപണവുമായി മകൻ രംഗത്ത്. ജയിലിൽ സ്ലോ പോയിസണിങ്ങിന് വിധേയനാക്കിയെന്ന മകൻ ഉമർ അൻസാരി. പത്തനംതിട്ട പട്ടാഴിമുക്കിൽ വ്യാഴാഴ്ച രാത്രി 2 പേർ മരിച്ച വാഹനാപകടത്തിൽ ദുരൂഹത. കാർ കണ്ടെയ്നറിൽ ഇടിപ്പിച്ചതെന്ന് സംശയം. മരിച്ചത് അധ്യാപിക അനുജ, സുഹൃത്ത് ഹാഷിം എന്നിവർ. മൈക്രോസോഫ്റ്റ് സ്ഥാപകൻ ബിൽ ഗേറ്റ്സുമായി ചർച്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആശയവിനിമയം, AI, കാലാവസ്ഥാ വ്യതിയാനം, സ്ത്രീ ശാക്തീകരണം തുടങ്ങിയ നിർണായക വിഷയങ്ങളിൽ. മകന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കമ്മീഷനെ നിയോഗിച്ചതിൽ സന്തോഷമുണ്ടെന്ന് പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ അച്ഛൻ T. ജയപ്രകാശ്. കേസിൽ CBI അന്വേഷണമുണ്ടായാൽ സത്യം തെളിയുമെന്നും പ്രതികരണം. ജമ്മു ശ്രീനഗർ ദേശീയപാതയിൽ SUV തെന്നി മലയിടുക്കിലേക്ക് മറിഞ്ഞ് 10 പേർ മരിച്ചു. വാഹനം വീണത് 300 അടി താഴ്ചയിലേക്ക്. ഇന്ത്യയടക്കം തെരഞ്ഞെടുപ്പ് നടക്കുന്ന മുഴുവൻ രാജ്യങ്ങളിലും ജനങ്ങളുടെ രാഷ്ട്രീയ പൗരാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന് UN. സ്വതന്ത്രവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പ് നടക്കണമെന്നും സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടേറസ്. ബീഹാറിൽ ഭാര്യയെയും 4 കുട്ടികളെയും കാലിത്തീറ്റ വെട്ടുന്ന യന്ത്രം ഉപയോഗിച്ച് കൊലപ്പെടുത്തി ഭർത്താവ്. സംഭവത്തിന് പിന്നാലെ അക്രമി ഒളിവിൽ. യേശുവിന്റെ കുരിശുമരണ സ്മരണ പുതുക്കുന്ന ദുഃഖവെള്ളിയിൽ പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകൾ. പീഠാനുഭവ സ്മരണയിൽ ക്രൈസ്തവ ലോകം. IPL-ൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ജയിച്ചിട്ടും പോയിന്റ് പട്ടികയിൽ രാജസ്ഥാൻ റോയൽസ് രണ്ടാമത് തന്നെ. പിന്നിലായത് നെറ്റ് റൺ റേറ്റിന്റെ അടിസ്ഥാനത്തിൽ തലപ്പത്ത് ചെന്നൈ സൂപ്പർ കിങ്സ്. കൂടുതൽ വാർത്തകൾക്കായി ETVBharat.com സന്ദർശിക്കുക.